ഷിയ വിഭാഗത്തിൽപ്പെടുന്നവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് മാത്രമല്ല, ഷിയ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ചരിത്രപരമായി ഇസ്ലാമിന് മറക്കാൻ കഴിയില്ല എന്ന് ഊണിലും ഉറക്കത്തിലും വായിൽ വെച്ചിരിക്കുന്ന മൈക്ക് കടിച്ചു തിന്ന് ചവച്ച് തുപ്പി ബഹളം വെക്കുന്ന പ്രഭാഷകർ, അവരുടെ പ്രഭാഷണത്തിലൊന്നും അവർ ഷിയാക്കളെയും ഇസ്ലാമിനെയും ഒക്കെ പറയുമ്പോഴും സൗദി അറേബ്യയുടെ അഖീദയും കിതാബും ഒന്നും പറയാതിരിക്കാൻ വളരെ സവിശേഷമായി ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ ഇവർക്ക് അത്രമേൽ സംഗതി ഉണ്ടെങ്കിൽ ഈ ദീനിന് പുറത്തുള്ള ആളുകളെ, നമ്മുടെ ഉമ്മായെയും ഉമ്മാട് ഉമ്മായെയും ഉപ്പുപ്പാട് ഉമ്മായെയും ഒക്കെ മോശമാക്കി ചിത്രീകരിച്ച ഈ പറയുന്ന ആളുകളെ സൗദി അറേബ്യയിൽ ഹജ്ജിനും മറ്റുമൊക്കെ കയറ്റുന്നതിനെതിരെ ഒരു പ്രസംഗം സൗദി ഭരണകൂടത്തിനെതിരെ നടത്തേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇവർ ചെയ്യൂല. സഹോദരങ്ങളെ, ഇവിടെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ നിലപാടാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇതാണ് സലഫി സമൂഹവും നൂറ്റാണ്ടുകളായി മുസ്ലിം ഭരണകൂടങ്ങളും ഷിയാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു പൊതുവായ നിലപാട്. എന്നാൽ അറിവില്ലായ്മയുടെ അങ്ങേ തലത്ത് കുത്തിയിരുന്നു കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന ആളുകൾക്കൊക്കെ മറുപടി പാസ്സാക്കിയിട്ടുണ്ട് എന്ന് കരുതി അതിൽ അനിൽ മുഹമ്മദ് ആശ്വാസം കൊള്ളുമ്പോൾ, പണ്ഡിതന്മാർ ജാഹിലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജ്ഞതയെ രണ്ട് ഇനമാക്കി ചർച്ച ചെയ്ത കാര്യമാണ് പ്രത്യേകം ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ജഹല് അഥവാ അജ്ഞത എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്. ഒന്ന് ജഹലു ബസീത്താണ്. അത് സാധാരണ അജ്ഞതയാണ്. ഒരു വ്യക്തിക്ക് ഒരു കാര്യം അറിയില്ല, ആ അറിയില്ല എന്ന് പറയുന്ന കാര്യം അവൻ അറിയുകയും അത് സമ്മതിക്കുകയും ചെയ്യും. രണ്ടാമത്തേത് ജഹല് മുറക്കബാണ്. അത് യഥാർത്ഥത്തിൽ ഇരട്ടയായ അജ്ഞതയാണ്. സ്വന്തം തെറ്റിനെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അജ്ഞത. ഇത്തരം അജ്ഞതയുള്ള ആളുകളിൽ നിന്നാണ് ലജ്ജയില്ലാത്ത പല സംസാരങ്ങളും കേൾക്കാൻ സമൂഹം വിധിക്കപ്പെടാറുള്ളത്. ഇവിടെ അനിൽ മുഹമ്മദ് നടത്തിയ ജഹാലത്ത് നിറഞ്ഞ സംസാരങ്ങൾ, അത് ഇവിടെ എടുത്തു പറഞ്ഞ ഏത് അജ്ഞതയിൽ ഉൾപ്പെടുമെന്ന കാര്യം നിങ്ങൾ ശ്രോതാക്കൾക്ക് തീരുമാനിക്കും.